Hey guys, welcome to my YouTube channel, The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്സാംസിൻ്റെ സിലബസിനെ കുറിച്ചോ ഒന്നുമല്ല, മറിച്ച് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ എക്സാമിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എക്സാമിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. എങ്ങനെയാണ് ഒരു എക്സാമിനെ ശരിയായ രീതിയിൽ കാണേണ്ടത് എന്നുള്ളൊരു ഗൈഡും കൂടി ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പലരും നല്ല രീതിയിൽ പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ എല്ലാ കൺസെപ്റ്റും മനസ്സിലാക്കി ഒരുവിധം ആവറേജ് ആയിട്ടെല്ലാം പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ പ്രിപ്പറേഷൻസിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ എക്സാം കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് ആ എക്സാമിൽ കൊടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എക്സാം ഹാളിൽ പോകുമ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, എനിക്കത് ഓർമ്മ വന്നില്ല. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ പേജ് നമ്പർ വരെ എനിക്ക് ഓർമ്മ വന്നു. പക്ഷേ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ എന്താണ് എഴുതേണ്ടതെന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഫോളോ ചെയ്തിട്ട് ഗുണമായിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ എങ്ങനെ നമ്മൾ എക്സാംസിനെ അഭിമുഖീകരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ പലരുടെയും കാലിബർ എന്ന് പറയുന്നത് വ്യത്യാസമുള്ളതാണ്. ഓരോരുത്തരുടെ IQ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം യൂണീക്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കുള്ള കഴിവോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഇൻ്റലിജൻസോ ആയിരിക്കില്ല മറ്റൊരാൾക്കുണ്ടാവുന്നത്. നിങ്ങളിപ്പോൾ ഒരു 2 പേജ് എന്ന് പറയുന്നത് വെറും അരമണിക്കൂറിനുള്ളിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് 1 മണിക്കൂർ എടുത്ത് പഠിക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു രാവിലെ മുതൽ ഉച്ച വരെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീരുമെന്നുണ്ടെങ്കിൽ ചിലവർക്ക് അത് ഒരു ദിവസം ഇരുന്ന് പഠിക്കണം. അങ്ങനെ നോക്കുമ്പോൾ യു ആർ സോ ലക്കി. ചിലർക്ക് 2 ദിവസം എടുത്താലേ ഒരു ചാപ്റ്റർ മനസ്സിലാവുള്ളൂ. അതൊക്കെ അവരവരുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ സംബന്ധിച്ചിടത്തോളം കാര്യമാണ്. പക്ഷേ നമ്മുടെ അടുത്ത് എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസത്തിൽ. അതിൽ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ ഇരുന്നിട്ട് ഒരു ചാപ്റ്റർ പഠിക്കുന്ന ആളുകൾക്ക് രാവിലെ മുതൽ ഉച്ച വരെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പഠിച്ച് തീരാൻ പറ്റും ആ ചാപ്റ്റർ. എന്നാൽ ഒരു ദിവസം, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാലേ ഒരു ചാപ്റ്റർ തീരുള്ളൂ എന്നുള്ള ആളുകൾക്കാണെങ്കിലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ചിട്ട് മാത്രമേ അവർക്ക് ഫ്രീ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിരിക്കും. പക്ഷേ സെക്കൻഡ് കേസിലുള്ള ആളുകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ചാപ്റ്റർ തീരണമെങ്കിൽ അവർക്ക് വൈകുന്നേരം വരെ ഇരുന്നേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് ഒരേത് തന്നെയാണ്, പക്ഷെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയാണ് പ്രശ്നമായിട്ട് വരുന്നത്. പലരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എക്സാംസിന് കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയി കാണാമായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരിക്കലും നമ്മളൊരു സംഭവം തുടങ്ങാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് വൈകിട്ടാണെങ്കിൽ ആ ഒരു കാര്യം തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പഠിക്കുക. കാരണം ഇനിയും നമ്മുടെ മുമ്പിലുള്ളത് വളരെ ചെറിയ സമയമാണ്. ഈ സമയം കൊണ്ട് ഒരിക്കലും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ തീർച്ചയായിട്ടും പാസ്സാവാനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ഒരുപാട് വെബ്സൈറ്റ്സ് ആയിക്കോട്ടെ, ഗൂഗിളിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലായിക്കോട്ടെ, നമുക്ക് ഇഷ്ടംപോലെ സോഴ്സസ് അവൈലബിൾ ആണ്. പണ്ടത്തെ പോലെ അല്ല നമുക്ക്. അപ്പോൾ നമുക്ക് പാസ്സാവാൻ ഇനിയും വൈകിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇനി എനിക്ക് പറയാനുള്ളത് ഒരുവിധം പഠിച്ചിട്ടിരിക്കുന്ന കുട്ടികളോടാണ്. നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് ഒരു ടൈം ടേബിളൊക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ഒരു റൊട്ടീനായിട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പലർക്കും പല ഡൗട്ട്സ് ഉണ്ട്. ഈ പഠിച്ചതൊക്കെ എക്സാം ഹാളിൽ ഓർമ്മ വരുമോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഡിപ്ലോമ പ്രോഗ്രാമിലൊരു യൂണിവേഴ്സിറ്റി എക്സാമിന് അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതിന് കാര്യത്തിനെ കുറിച്ചൊക്കെ പല ഡൗട്ട്സാണ്. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു വർഷം, പക്ഷേ പഠിച്ചതിലുപരി എങ്ങനെയായിരിക്കും എക്സാം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും ടെൻഷനും അതുപോലെ ടീച്ചേഴ്സൊക്കെ പലതും പറഞ്ഞു തന്നിട്ടുള്ള പേടിയും ഒക്കെ ആയിരിക്കും. കാരണം ഇവാലുവേഷൻ എങ്ങനെയായിരിക്കും, എങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും, സ്കൂളിംഗ് പോലെ ആയിരിക്കില്ലല്ലോ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ടാവുമോ, എനിക്ക് കിട്ടുന്ന 3 മണിക്കൂർ കൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്താണെന്നുള്ള പല സംശയങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം എക്സാം എന്ന് പറയുന്നത് വെറും 3 മണിക്കൂറിലെ പരിപാടിയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു വർഷം മുഴുവൻ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സാമിന് മര്യാദയ്ക്ക് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് അത് ഔട്ട്പുട്ടായിട്ട് വരിക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ലോകത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല രീതിയിലുള്ള എക്സാംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻ്റ് ആയിക്കോട്ടെ പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്തിന് നാസ വരെ ഈവൻ റോക്കറ്റ് അയക്കുന്നുണ്ട് ബഹിരാകാശത്തോട്ട്. അപ്പോൾ നിങ്ങൾ അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, ഓക്കെ ചെറിയൊരു എക്സാമാണ്, ഇതിൻ്റെ
ശേഷവും നിങ്ങൾക്കൊരു ലൈഫുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു 3 മണിക്കൂറിലെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ഇരുന്ന് ടെൻഷൻ അടിച്ച് അയ്യോ എങ്ങനെയാവും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. എക്സാം എന്ന് പറയുന്നത് അതിൻ്റെ പാട്ടിന് അങ്ങ് തീർന്നോളും. അപ്പോൾ ഒരു എക്സാം കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ധൈര്യം വരും. പക്ഷേ ആ ഫസ്റ്റ് എക്സാമിനെ അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ബോൾഡായിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാവർക്കും നല്ല രീതിയിൽ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പാസ്സാവണം എന്ന് എയിം ചെയ്യുന്ന ആളുകൾക്ക് പാസ്സാവാനും അതുപോലെ ആവറേജ് മാർക്കോട് കൂടി പാസ്സായാൽ മതി. അതായത് നല്ല മാർക്ക് കുറവ് അല്ലെങ്കിൽ ജസ്റ്റ് പാസ് എന്നല്ല, അല്ലെങ്കിൽ നല്ല രീതിക്ക് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് മാർക്ക് അങ്ങനെയോ അല്ല, ഒരു ആവറേജ് ആയിട്ട് പാസ്സായാൽ മതി എന്ന് ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ ടോപ്പ് റേഞ്ചിൽ മാർക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് റാങ്ക് വേണം എന്ന് ഉദ്ദേശിച്ച് പഠിക്കുന്നവർക്കും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. കാരണം എക്സാം അടിപൊളിയാക്കാനായിട്ട് ഒരു വേയുമില്ല. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എക്സാം സിമ്പിൾ ആയണേ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുവിധം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സിമ്പിളായിട്ട് വന്നാൽ പോലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ നമ്മൾ പലരും പറയും മാക്സിമം ഇരുന്ന് പഠിക്കുക, കുത്തിയിരുന്ന് പഠിക്കുക, എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് ഫുൾ ഉറക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. അതായത് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക, ഫുഡ് കഴിക്കാതിരുന്ന് പഠിക്കുക, അതൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചും കൂടെ എക്സോസ്റ്റഡ് ആവുകയാണ്, അല്ലെങ്കിൽ ബ്രെയിനിനെ നിങ്ങൾ കുറച്ചും കൂടെ തളർത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി നിങ്ങൾ നോർമലി പഠിക്കുന്നതിനേക്കാളും ഹെവി ലോഡാണ് നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ സ്ലീപ്പ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ന്യൂട്രിയൻസ് ആയിട്ടുള്ള റിച്ചുള്ള ഫുഡ് കഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനും അതുപോലെ ബോഡിയും കുറച്ചും കൂടെ ടയേർഡ് ആവുകയും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഇതിലൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബോഡി സ്റ്റാർവ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്ലീപ്പ് ഡിപ്രിവേഷൻ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്നില്ല ഫുൾ നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങണം, 7 മണിക്കൂർ ഉറങ്ങണം എന്നൊന്നും ഞാൻ പറയില്ല. മിനിമം ഒരു 5 hours എങ്കിലും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സമയത്തിന് ഫുഡ് കഴിക്കുക. ഇപ്പോൾ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 മണി വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിച്ച് 10 മണിക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് കഴിഞ്ഞ് 10 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ 10 മണിക്കല്ലേ കഴിച്ചു, അതുകൊണ്ട് ഒരു 3 മണിക്കൊക്കെ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുന്ന ആളുകൾ 3 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒരു 9-10 മണിക്കൊക്കെ കഴിക്കുക എന്നുള്ള ആഗ്രഹം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതായത് ഈ വൈകുന്നേരം എന്ന് പറയുന്നത് ഒരു 9 മണിക്കൊക്കെ കഴിക്കേണ്ട സമയത്തിന് ഒരു 10 മണി 11 മണിക്കൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഇരുന്ന് 2 മണിക്കൊക്കെ വിശക്കുമ്പോൾ ഫുഡ് എടുത്ത് കഴിക്കാം. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി മെസ്സി ആയിട്ടുള്ളൊരു സൈക്കിളും റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. കാരണം ഇത് ഒന്നാമത് നിങ്ങളുടെ ബോഡിയിലേക്ക് ഫുഡ് ചെല്ലുന്നുണ്ട് ഏത് സമയത്തായാലും, അതുകൊണ്ട് ചെന്നതുകൊണ്ട് നമുക്ക് നല്ലത് തന്നെയല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ശരിക്കും നമ്മുടെ റൊട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഫുഡ് നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ടത്. ഓൾറെഡി നമ്മൾ ഫുൾ എക്സോസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ വർക്ക് ബേർഡനും എല്ലാം കൊണ്ട് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ കൂടുതൽ എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫുഡ് റൊട്ടീൻ കൂടെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കംപ്ലീറ്റ്ലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഒരിക്കലും ആ ലോഡ് നിങ്ങളുടെ ബോഡിക്ക് എക്സ്ട്രാ ലോഡ് കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഫുഡിൻ്റെ കാര്യം ആദ്യം നല്ല രീതിയിൽ നോക്കുക. ഫുഡിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും എക്സാമിന് ഇപ്പോൾ ഇന്ന് മുതലാണെങ്കിൽ പോലും കറക്റ്റായിട്ട് മോർണിംഗ് എപ്പോഴും നിങ്ങൾ എത്ര മണിക്കാണ് ഫുഡ് കഴിക്കുന്നത്, 8 മണി 8:30 അല്ലെങ്കിൽ 9 മണി അതിനുള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അല്ലെങ്കിൽ 9:30 വരെ ഓക്കെ, അതിനുള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കുക. ആൻഡ് ഉച്ചക്കലത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ 1 മണിക്ക് കഴിക്കുക. അത് ഉച്ച വരെ നിങ്ങൾ സ്റ്റാർവ് ചെയ്യരുത്. ഇപ്പോൾ വീട്ടിലാണ് നമ്മൾ പഠിക്കുകയാണ്, അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കുക. ഇതിപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചുറുചുറുപ്പ് കിട്ടും, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു വശം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഡേ ടു ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള റിഫ്രഷ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഫുഡ് അകത്തോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഓയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സാം ടൈമിൽ പൊതുവേ നിങ്ങൾ കഴിക്കാതിരിക്കാൻ നോക്കുക. കാരണം നമുക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സാമാണ്. അപ്പോൾ എക്സാം കഴിയുന്നവരെ നമ്മളങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ പഴയ ഫുഡോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡോ അങ്ങനെയൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു രീതിയിൽ ഫുഡ് പോയ്സണോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ അപ്പറ്റൈറ്റിന് ചേരാത്തത് ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ വരാനോ സാധ്യതയുണ്ട്. എക്സാം ടൈമിൽ അതൊരു പ്രത്യേക റിസ്ക് ആണ്, ഒരിക്കലും നമ്മൾ ആ റിസ്ക് എടുക്കരുത്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ നല്ല ഫുഡുകൾ മാത്രം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഫുഡും ഒക്കെ കഴിക്കുക. അതുപോലെ മാക്സിമം വെള്ളം കുടിക്കുക. നമ്മൾ
വാട്ടർ ബോട്ടിൽ ഒരെണ്ണം നമ്മുടെ സ്റ്റഡി ടേബിളിലോ അല്ലെങ്കിൽ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് അവിടെ വെക്കുക. ആ വാട്ടർ ബോട്ടിൽ എപ്പോഴും ഫില്ല് ചെയ്തിട്ട് നമ്മൾ വെക്കുക. അല്ലാതെ കുറച്ച് വെള്ളം വെച്ചിട്ട് എനിക്ക് രാവിലെ വരെ ഇരിക്കാൻ ഇത്ര വെള്ളം മതി അങ്ങനെയൊന്നും വിചാരിക്കരുത്. കണ്ണിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ നമ്മൾ ഒരു വാട്ടർ ബോട്ടിൽ എപ്പോഴും വെക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാട്ടർ ബോട്ടിൽ കാണുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം എടുത്ത് കുടിക്കാൻ തോന്നും. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാം ഹാളിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകണം. വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ വാട്ടർ ഉണ്ടാവും. അപ്പോൾ മുമ്പ് തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് പോവുക എക്സാം ഹാളിലേക്ക്. സ്റ്റഡി അവേഴ്സ്, അതായത് ഈ ലാസ്റ്റ് എക്സാമിൻ്റെ കുറച്ച് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പത്തെക്കാളും കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് പഠിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഈ ലാസ്റ്റ് ഫ്യൂ അവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവില്ല. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ മാത്രമേ റിവൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമിൻ്റെ തലേന്ന് വരെ പുതിയ സബ്ജക്റ്റിലെ കോൺസെപ്റ്റ് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ പഠിക്കരുത്, ഒരിക്കലും പഠിക്കരുത്. കാരണം നമ്മളൊരു സബ്ജക്റ്റ് ആദ്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും നമ്മൾ റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബ്രെയിനിൽ അത് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് എക്സാമിന് അത് റിസൾട്ടായിട്ട് ഔട്ട്പുട്ടായിട്ട് പുറത്തു വരുള്ളൂ. അതേസമയം നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച സംഭവങ്ങളെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രഷപ്പ് ചെയ്യുക എന്നുള്ളതാണ് എക്സാമിൻ്റെ മുൻപിലുള്ള 2-3 ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട എന്നല്ല, ചിലപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ടൈമിലായിരിക്കും ക്ലാസ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് പഠിക്കാവുന്നതാണ്. അതല്ലാതെ പുതിയതായിട്ട് ഫുള്ളിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഓൾറെഡി ഞാൻ അതൊക്കെ പഠിച്ചതാണ്, അപ്പോൾ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ പുതിയതിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ചാപ്റ്റേഴ്സൊക്കെ ഇങ്ങനെ പഠിക്കാത്ത ചാപ്റ്ററൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ള ടെൻഷൻ കൂടുകയും അങ്ങനെ ഓൾറെഡി പഠിച്ചു വെച്ച സംഭവങ്ങളൊക്കെ മര്യാദയ്ക്ക് റിവൈസ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ആ സംഭവങ്ങൾ മറക്കുകയും നിലവിൽ ഇങ്ങനെ മറിച്ച് റോബോട്ടിനെ പോലെ നോക്കിയിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെ മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. പ്രോപ്പറായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിൻ്റെ 3 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നമ്മൾ മുതൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഓൾറെഡി പഠിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്മോൾ നോട്ട്സ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് റിവിഷൻ ചെയ്യാം. ഫസ്റ്റ് എക്സാമിനുള്ള റിവിഷനാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എക്സാമിന് എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച് വെച്ച കാര്യങ്ങൾ നോക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ആ ടൈമിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾ റിവിഷൻ വളരെ മോശമായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ റിവിഷൻ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും അറിയാം, പക്ഷേ എക്സാക്റ്റ് ആയിട്ട് എന്താണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിച്ചതാണെങ്കിൽ പോലും നിങ്ങൾക്ക് മറന്നു പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 വർഷം ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചത് അല്ലെങ്കിൽ ഇത്രയും 1 മാസത്തോളം സ്റ്റഡി ലീവിൽ ഞാൻ കുത്തിയിരുന്ന് പഠിച്ച് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റിവിഷൻ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം വളരെ ടഫായിരിക്കും. നിങ്ങൾക്ക് എക്സാം അടുക്കും തോറും നല്ല രീതിയിലുള്ള ടെൻഷനും സ്ട്രെസ്സും വരും. പക്ഷേ ശരിക്കും ഇതിനൊന്നും ആവശ്യമില്ല. കാരണം നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുവിധം സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 വർഷം കൊണ്ട് നിങ്ങൾ ക്ലാസ്സിലിരുന്ന് എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, അതുപോലെ ഫോണിൽ നമ്മൾ കുറേ നോക്കി എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, 1 വേർഡ്സൊക്കെ എവിടെ നിന്നൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ ബുക്സിൽ നോട്ട്സിൽ കുറച്ച് എന്തൊക്കെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ അറിയാം. അപ്പോൾ ആ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് ആദ്യം വരേണ്ടത്. അതല്ല അയ്യോ എന്ത് ചെയ്യും അങ്ങനെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിയേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം എക്സാം എന്ന് പറയുന്നത് ഒരു ഫേസാണ്. ആ ഒരു ഫേസ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതിലിപ്പോൾ എന്താ കൂടുതലായിട്ട് വരാൻ പോകുന്നത്, നിങ്ങൾ ഫെയിലാവും. അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ലല്ലോ. ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കും. അതല്ലാതെ നമ്മൾ അവിടെ തന്നെ പിടിച്ചിരിക്കത്തൊന്നുമില്ലല്ലോ. അത്രയേ ഉള്ളൂ. അങ്ങനെ സിമ്പിളായിട്ട് എടുക്കണം. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പാസ്സാവും. അതല്ലാതെ ഇപ്പോൾ ഹൈ ലെവലിൽ അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം അങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ ഡിപ്ലോമ പ്രോഗ്രാം. ഓക്കെ, ഏതൊരു ഡിഗ്രി അല്ലെങ്കിൽ ഏതൊരു ഡിപ്ലോമ പ്രോഗ്രാം പോലെ ഇതും ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് തന്നെ മാറിപ്പോകുന്ന ഒരു ഡിസിഷൻ അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ പാസ്സായാൽ പാസ്സാവും, അല്ലെങ്കിൽ ഫെയിലാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ മാസങ്ങൾക്ക് മുമ്പ് മുതൽ ടെൻഷൻ അടിക്കുന്നത്? അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഇനി നമ്മൾ എക്സാമിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത്രയും നമ്മൾ സ്റ്റഡി ലീവിൻ്റെ ലാസ്റ്റ് കുറച്ച് ഡേയ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. ഇനി എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ പലരും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ
കാരണം പലരും എക്സാം ഹാളിൽ കയറുന്നത് തന്നെ നല്ല പ്രഷറൈസ്ഡ് ആയിട്ട് പഠിച്ചതൊക്കെ ഇപ്പോൾ തലേന്ന് പോകുമോ എന്നുള്ള ടെൻഷനിലും അയ്യോ എക്സാം എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലും ആകെ ടെൻസ്ഡായിട്ട് ഫുൾ ഒരു പ്രഷറിലായിരിക്കും കയറുന്നത്. അത് കയറിയ ഉടനെ തന്നെ അവിടുത്തെ 3 ഇൻവിജിലേറ്റേഴ്സും അതുപോലെ ഒരു എക്സ്റ്റേണൽ പ്രിൻസിപ്പളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ടെൻഷനാവും. അത് കഴിഞ്ഞ് നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരുമ്പോൾ തന്നെ അയ്യോ ആ ഒരു എക്സ്പ്രഷനാണ്. എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മൾ റിസൾട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കരുത്. ഞാൻ ഫുൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതാനുള്ളത് എനിക്ക് അറിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് ഹൈ മാർക്സ് വേണം അല്ലെങ്കിൽ ഞാൻ ഫെയിലാവും അങ്ങനെയുള്ള തോട്ടൊന്നുമില്ല. അറിയുന്നത് ഞാൻ അവിടെ എഴുതും. അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയിൽ വേണം മുഴുവനായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിലും കുറച്ചെങ്കിലും പഠിച്ചിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ചിന്തിക്കേണ്ടത്. കാരണം ആ ഒരു മെൻറ്റാലിറ്റിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കൊരു മൈൻഡിൽ ഓൾറെഡി ഒരു ഫിക്സേഷൻ ഉണ്ടാവും. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. അപ്പം നമ്മുടെ ബ്രെയിൻ എന്താവും, കൂളാവുന്ന സമയത്ത് നമുക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ അതേ രീതിയിൽ ഔട്ട്പുട്ടിൽ ചെയ്യാനായിട്ട് സഹായിക്കും. ഞാൻ പറയില്ല ഫുൾ ടൈം നിന്നും ഓടിയും നടന്നൊക്കെ പഠിക്കുന്നു, പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ലാസ്റ്റ് റിവൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടഫായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മറന്നു പോകുന്ന ചില പോയിൻറ്റ്സ് അല്ലെങ്കിൽ ചില ടേംസ് നമ്മൾ ഇന്നതിൻ്റെ ആൻസർ ആയിട്ടുള്ള ഇന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ബ്രഷപ്പ് ചെയ്യുക ലാസ്റ്റ് കുറച്ച് സമയത്ത്. എക്സാം ഹാളിൽ പോകുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ചെയ്തിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ആ കാര്യമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം പലരും പല രീതിയിലുള്ള ഫിക്ഷനസ് ആയിട്ട് പറയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് ഓർമ്മ വരും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് ഓർമ്മ വരും. അതൊന്നുമല്ല. ദിസ് ഈസ് എ സിമ്പിൾ ലോജിക്കൽ തിങ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വിവരമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യം പോലും അല്ല. എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഒരു ചോക്ലേറ്റ് കഴിക്കുക. ചോക്ലേറ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വെറും ചോക്ലേറ്റ് അല്ല, കൊക്കോ അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് പോലുള്ള ഏതെങ്കിലും ഒന്ന് കഴിക്കുക. അങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വെറുതെ നമ്മുടെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഈ കൊക്കോ അടങ്ങിയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ആ കൊക്കോ എന്ന് പറയുന്ന സാധനം ഹൈ മെറ്റബോളിക് പവറുള്ളൊരു സാധനമാണ്. അത് നമ്മുടെ ബ്രെയിനിൽ പല ടൈപ്പ് ഓഫ് മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാക്കും. ആ മെറ്റബോളിക് ചേഞ്ചസിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബ്രെയിൻ എന്താവും, കുറച്ചും കൂടെ ആക്റ്റീവായി കുറച്ചും കൂടെ ഷാർപ്പായിട്ട് പ്രവർത്തിക്കും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഒന്നും ഉണ്ടാവില്ല. മറിച്ച് നമ്മുടെ മൈൻഡും ബോഡിയും കൂളാവും എന്നുള്ള സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തത് മാത്രമല്ല, ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫീലിംഗ് എന്നുള്ളത് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോയിലൊന്ന് വന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് വളരെ 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 പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കത് വർക്കായിട്ടുണ്ട്, നിങ്ങൾക്കും തീർച്ചയായിട്ടും വർക്കാവും. പോസിറ്റീവായിട്ട് തന്നെ എക്സാം ഹാളിൽ കയറുക. ആൻഡ് അവിടെ അടുത്തിരിക്കുന്നവരുടെ ടെൻഷനോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർ പ്രിപ്പയർ ചെയ്തത് എന്താണെന്ന് നമുക്കറിയില്ല, നമ്മൾ പ്രിപ്പയർ ചെയ്തത് എന്താണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ നേരെ എക്സാം ഹാളിൽ കയറി നമ്മുടെ അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റിലിരിക്കുക. അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും എക്സാം തുടങ്ങാൻ ഒരു 15-20 മിനിറ്റ് എന്തായാലും മിനിമം കിട്ടുന്നതാണ്. ആൻഡ് കുറച്ച് ഡീപ്പ് ബ്രീത്ത്സ് എടുത്ത് വിടാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു ഹാർട്ട് ബീറ്റിൻ്റെ ഫാസ്റ്റൊക്കെ കുറഞ്ഞ് കുറച്ചൊന്ന് ബ്രാഡിക്കാർഡി ആയിക്കോളും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കുമായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും നിങ്ങളുടെ വേറൊരു വില്ലൻ പെട്ടെന്നൊരു ടെൻഷൻ അങ്ങ് ഉള്ളിൽ നിന്ന് വരിക. കാരണം ആ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് എൻ്റെ ഭാവി ഇരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ പൊട്ട തോട്ട്സൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരും. ഒന്നുമില്ല, ഒരു കാര്യമില്ല, നിങ്ങൾ അതൊക്കെ നോക്കുക. എല്ലാവരും എന്താ ചെയ്യുന്നതെന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നേരെ നോക്കിയിരിക്കുക. നിങ്ങളുടെ അടുത്ത് വന്ന് ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വാങ്ങിച്ചത് നിലത്ത് വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ നന്നായി മാത്രം വായിക്കുക. ഓക്കെ, 1 വേർഡ്സ് എന്ന് പറയുന്നത് 20 മാർക്സിനാണ്, 3 മാർക്സിൻ്റെ 30 മാർക്കിനാണ്, ആൻഡ് 5 മാർക്സിൻ്റെ 30 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളൊരു ബോധ്യം മനസ്സിൽ വേണം. അതായത് ഇതൊക്കെ ഞാൻ നന്നായി പഠിച്ചാണ്, ഇതൊക്കെ എനിക്കറിയാം. അങ്ങനെയുള്ള മെൻറ്റാലിറ്റി അതും കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. അതേസമയം നമ്മളൊരു മൈൻഡിൽ ലൈക്ക് ഒരുവിധം ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം എന്നുള്ള രീതിയിൽ മനസ്സിലുണ്ടെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കാം. ഏതൊക്കെ അറിയുമെന്നുള്ളത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തത് ഏതാണ് എന്നുള്ളത് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അപ്പോൾ ഒരു ബോധ്യം വരും, എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് അറിയാം, ഇത്ര ക്വസ്റ്റ്യൻസ് അറിയില്ല എന്ന്. അപ്പോൾ അറിയാത്തത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട. അതും എന്തെങ്കിലുമൊക്കെ ഞാൻ ക്ലാസ്സിൽ കേട്ടത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായി നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാവുന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ വരും. അപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓക്കെ അപ്പോൾ എക്സാം കൊള്ളാം എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ വരും. ആൻഡ് അതേ ഇതിൽ നമ്മൾ തിരിച്ച് നമ്മൾ 1 വേർഡ് ആദ്യം വായിക്കാം. 1 വേർഡ്സ് നമ്മൾ ആദ്യം വായിച്ച് ആൻസർ കണ്ടുപിടിച്ച് പിന്നെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം തികയത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിൽ തന്നെ 1 വേർഡ് ഓർഡറിൽ എഴുതി പോവാം.
വൺ വേർഡ് എപ്പോഴും നമ്മൾ ഓർഡറിൽ എഴുതണം. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടുമ്പോൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എക്സാമിൽ വൺ വേർഡ് എപ്പോഴും ഫ്രണ്ട് പേജിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ നോക്കാം. 3 മാർക്സിൻ്റെ ഫസ്റ്റ് എഴുതിയാലും 5 മാർക്സിൻ്റെ ഫസ്റ്റ് എഴുതിയാലും കുഴപ്പമില്ല. കാരണം വൺ വേർഡ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ഓർഡറിൽ ഫസ്റ്റ് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വൺ വേർഡ്സ് നമ്മൾ ആദ്യം എഴുതിയിട്ട് ഓരോ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് അതേ ക്വസ്റ്റ്യൻസ് കറക്റ്റ് വായിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേ സമയത്ത് തന്നെ, അതായത് വായിച്ച് ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും വൺ വേർഡിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് വായിക്കുന്നു, പിന്നെ ആൻസർ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുന്നു, പിന്നെ അതെടുത്ത് ഫോളോ അപ്പ് ചെയ്യുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ടൈമും പോവും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യേണ്ട സമയമാണ് ഈ വൺ വേർഡിൽ നിങ്ങൾ കളയുന്നത്. മാർക്ക് എഴുതിയതിന് ശേഷം നിങ്ങൾ 5 മാർക്സിലോട്ട് പോവുക. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ആൻസർ ചെയ്യാനായിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഡീപ്പായിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. പക്ഷേ 5 മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ 5 മാർക്സ് ആൻസർ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഹറിബറിയിൽ എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടെ പോയിന്റ്സ് നമുക്ക് ഫസ്റ്റ് കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എഴുതാനുള്ള സമയം കിട്ടും. എന്നും വെച്ച് 5 മാർക്സും കുത്തിയിരുന്ന് നമ്മൾ ലാസ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞ് 3-ാമത്തെ മണിക്കൂർ വരെ നമ്മൾ 5 മാർക്സും വെച്ച് എഴുതരുത്. ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര മിനിറ്റിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ 5 മാർക്സ് ആൻസർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ 3 മാർക്സിലോട്ട് പോവുക. 3 മാർക്സ് എന്ന് പറയുന്നത് വളരെ ബ്രീഫായിട്ട് എഴുതാവുന്ന ക്വസ്റ്റ്യനാണ്. കുറച്ചും കൂടെ 5 മാർക്സ് പോലെ ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. പലരും ഉണ്ട് പഠിച്ചത് അങ്ങനെ എക്സാമിന് എഴുതി വെക്കുക. ആ സമയം ഒരിക്കലും തികയത്തില്ല. അപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ 5 മാർക്കിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് എഴുതുക. 3 മാർക്സിൻ്റെ ആണെങ്കിൽ ബ്രീഫായിട്ട് എഴുതിയാൽ മതി. പിന്നെ പലർക്കുള്ള ഡൗട്ടാണ് എത്ര പേജ് എഴുതണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നൊക്കെ. അപ്പോൾ എക്സാം ഷീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു 2 പേജ് അല്ലെങ്കിൽ 3 പേജൊക്കെ മാക്സിമം എഴുതിയാൽ മതി. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതായത് ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ഇന്നതിൻ്റെ ഫോർ എക്സാമ്പിൾ ഡിസീസിൻ്റെ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ഡിസീസിൻ്റെ സിംറ്റംസ് അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 3 മാർക്കിൽ നിന്നുണ്ടെങ്കിൽ സിംറ്റംസും ട്രീറ്റ്മെൻറ്റും മാത്രം എഴുതിയാൽ മതി. അവിടെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഫാർമക്കോഗ്നസിയിൽ ഗിവ് ദ ബയോളജിക്കൽ നെയിം ആൻഡ് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്വൻസ് എന്നൊരു ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിക്കുകയാണ് ഒരു ഡ്രഗിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രം ഇവിടെ എഴുതിയാൽ മതി. എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും എഴുതണ്ട. അപ്പോൾ അത് മാത്രം എഴുതുമ്പോൾ ഒരു പേജിൻ്റെ ഒരു സൈഡേ വരത്തുള്ളൂ. എക്സാക്ട് ആൻസർ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് അവിടെ കിട്ടും. ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. ആൻഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എക്സാം അടിപൊളിയായിട്ട് എഴുതി എന്നാണ് അർത്ഥം. ആൻഡ് അത് കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എഴുതാം. അതേസമയം ഒരു 5 മിനിറ്റ് നേരത്തെ നമ്മൾ എക്സാം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോക്കുക, എല്ലാം എഴുതിയ ആൻസേഴ്സ് കറക്റ്റായിട്ടല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ മാറിയിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ നോക്കുക. ഇതാണ് എക്സാം എഴുതുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻഡ് എക്സാം പ്രസൻറ്റേഷൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ പോയിൻ്റ് നിങ്ങൾക്ക് ആ ഒരു ആൻസർ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് കുറച്ചും കൂടെ വെൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വെൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ട കാര്യമില്ല. ഉറപ്പായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പോയിൻറ്റ്സോട് കൂടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെയിൻ പോയിൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ മാർക്ക് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പോയിൻറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് വേണ്ടി നിങ്ങൾ കളർ പെൻസ് ഒന്നും കൊണ്ടുപോകരുത്. ഇപ്പോൾ നിങ്ങൾ എഴുതുന്നതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് കളർ പെൻ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. ബ്ലൂ പെൻ വെച്ച് എഴുതുകയാണെങ്കിൽ ബ്ലാക്ക് പെൻ വെച്ച് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഹെഡിങ് ഒക്കെ ഒന്ന് ഡബിൾ ലൈൻ ചെയ്യാം. അങ്ങനത്തെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ വൈസിൽ കുറച്ചും കൂടി നന്നാക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് പേപ്പർ നോക്കുന്ന ആൾക്കും കൂടിയിട്ട് ഒരു കൺവീനിയൻസ് അത് ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ നോക്കി മാർക്ക് ഇടാനുള്ളൊരു അവസരമാണ് നിങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ആൻസറിന് കുറച്ചൊരു ബോണസ് കിട്ടുന്നതാണ്. അത് പറഞ്ഞ് നിങ്ങൾ എഴുതിയത് പൊട്ടത്തെറ്റാണ്, നിങ്ങളുടെ പ്രസൻറ്റേഷൻ അടിപൊളിയായി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടുമെന്നല്ല. പക്ഷേ കുറച്ചും കൂടെ നോക്കുന്ന ആളുകളുടെ ഒരു കൺവീനിയൻസും കൂടെ നോക്കുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് സിമ്പിളായിട്ട് നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാം ഷീറ്റിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എഴുതാം. അതേസമയം ഒരു 5 മിനിറ്റ് നേരത്തെ നമ്മൾ എക്സാം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോക്കുക, എല്ലാം എഴുതിയ ആൻസേഴ്സ് കറക്റ്റായിട്ടല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ മാറിയിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ നോക്കുക. ഇതാണ് എക്സാം എഴുതുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻഡ് എക്സാം പ്രസൻറ്റേഷൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആൻസർ അത് കറക്റ്റായിട്ടുള്ള പോയിൻ്റ് നിങ്ങൾക്ക് ആ ഒരു ആൻസർ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് കുറച്ചും കൂടെ വെൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വെൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ട കാര്യമില്ല. ഉറപ്പായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പോയിൻറ്റ്സോട് കൂടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെയിൻ പോയിൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ മാർക്ക് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പോയിൻറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് വേണ്ടി നിങ്ങൾ കളർ പെൻസ് ഒന്നും കൊണ്ടുപോകരുത്. ഇപ്പോൾ നിങ്ങൾ എഴുതുന്നതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് കളർ പെൻ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. ബ്ലൂ പെൻ വെച്ച് എഴുതുകയാണെങ്കിൽ ബ്ലാക്ക് പെൻ വെച്ച് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഹെഡിങ് ഒക്കെ ഒന്ന് ഡബിൾ ലൈൻ ചെയ്യുക.
അങ്ങനത്തെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ വൈസിൽ കുറച്ചും കൂടി നന്നാക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് പേപ്പർ നോക്കുന്ന ആൾക്കും കൂടിയിട്ട് ഒരു കൺവീനിയൻസ് അത് ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ നോക്കി മാർക്ക് ഇടാനുള്ളൊരു അവസരമാണ് നിങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ആൻസറിന് കുറച്ചൊരു ബോണസ് കിട്ടുന്നതാണ്. അത് പറഞ്ഞ് നിങ്ങൾ എഴുതിയത് പൊട്ടത്തെറ്റാണ്, നിങ്ങളുടെ പ്രസൻറ്റേഷൻ അടിപൊളിയായി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടുമെന്നല്ല. പക്ഷേ കുറച്ചും കൂടെ നോക്കുന്ന ആളുകളുടെ ഒരു കൺവീനിയൻസും കൂടെ നോക്കുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് സിമ്പിളായിട്ട് നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാം ഷീറ്റിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓവറോൾ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് മുമ്പ് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾ എങ്ങനെ വേണം ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ മാത്രമായിരിക്കില്ല, സെക്കൻഡ് ഡേയും ഇതേ ടെൻഷനും ഇതേ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ എക്സാംസിനും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് ബെറ്റർ ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ബെറ്റർ ആയിട്ടുള്ളൊരു ബോഡി ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗൈഡ് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ടോക്കായിട്ട് മാത്രം നിങ്ങൾ കരുതുക. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ പാസ്സാവുള്ളൂ, അയ്യോ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയുള്ള അനാവശ്യ ടെൻഷനുകൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനമില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബെറ്റർമെൻറ്റ് അല്ലെങ്കിൽ ഗുണങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് തീർച്ചയായിട്ടും ഞാൻ ആ കൊക്കോ ചോക്ലേറ്റിൻ്റെ കേസ് പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനിൽ ഉണ്ടായ എന്തെങ്കിലും മാറ്റം ഉണ്ടായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ രീതിയിൽ നിങ്ങൾ എക്സാംസിനെ ഫേസ് ചെയ്യാനായിട്ട് പഠിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്യുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. കാരണം എത്ര പേര് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുമെന്നുള്ളത് എനിക്കും കൂടെ ഒന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ്. ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.